Hi everyone, this is bijo. Welcome back to Financial Server. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഹോം ലോണുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഹോം ലോൺ എടുത്തിട്ടുള്ളവരാണ് നമ്മിൽ പലരും. ചെന്ന് ചാടിയാൽ എലിക്കണി പോലെയാണ് ഹോം ലോൺ. കാരണം മറ്റൊന്നുമല്ല, അടച്ചാൽ തീരുകയുമില്ല. എപ്പോൾ നോക്കിയാലും നാം എടുത്ത തുക അവിടെ പെൻഡിങ്ങും കാണും. നിങ്ങളൊരു പുതിയ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങൾ ഹോം ലോൺ എടുക്കരുത് എന്നുള്ളതാണ്. തീരെ നിവൃത്തിയില്ലെങ്കിൽ എടുക്കാതെ വേറെ വഴിയില്ല. കയ്യിൽ സ്വർണം വല്ലതും ഉണ്ടെങ്കിൽ വിറ്റിട്ട് വീട് പണിതാലും കുഴപ്പമില്ല. കാരണം കഴുത്തിൽ ചുറ്റിയ പാമ്പാണ് ഹോം ലോൺ. വിട്ടിട്ട് പോവുകയുമില്ല, കൂടുതൽ മുറുകുകയും ചെയ്യും. ഹോം ലോണിൻ്റെ ഏറ്റവും വലിയ ദോഷം നാം ലോൺ എടുത്ത തുകയുടെ ഇരട്ടിയോളം നാം തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നമ്മുടെ ഹോം ലോൺ തീർക്കാൻ സാധിക്കുമോ അത്രയും വേഗം തന്നെ നമ്മുടെ ഹോം ലോൺ അടച്ചു തീർക്കുക. ഇതിനായി നമുക്ക് സ്വീകരിക്കാവുന്ന 4 വഴികളാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഹോം ലോൺ എടുത്തിട്ടുള്ളവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ടിപ്പും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഫൈനാൻഷ്യൽ സർവേ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുക. നിങ്ങളുടെ സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെല്ലാം വഴികളാണ് നോക്കേണ്ടതെന്ന് നോക്കാം. പോകാം സ്ക്രീനിലേക്ക്. നിങ്ങളൊരു ഹോം ലോൺ എടുക്കുകയാണെന്ന് കരുതുക. എടുക്കുന്ന തുക 10 ലക്ഷവും കാലാവധി 20 വർഷവുമാണെന്ന് വിചാരിക്കാം. പലിശ 8% നമ്മുടെ EMI ഏകദേശം 8000 രൂപയായിരിക്കും. മൊത്തം അടയ്ക്കേണ്ടത് 240 മാസവും. അതായത് 20 വർഷം കൊണ്ട് ലോൺ അടച്ചു തീരുമ്പോൾ മൊത്തം 20 ലക്ഷം രൂപയിൽ കൂടുതൽ നാം അടച്ചിട്ടുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ എടുത്ത തുകയേക്കാൾ കൂടുതൽ നാം പലിശ അടയ്ക്കണം എന്നർത്ഥം. എന്തായാലും നാം ഇതിൽ ചാടി. ഇനി വലിയ തട്ടുകേടില്ലാതെ എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കാം. ഇതിനായി നമുക്ക് ഒന്നാമത്തെ വഴി എന്താണെന്ന് നോക്കാം. നാം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഹോം ലോൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതാണ്. ആദ്യ വർഷങ്ങളിൽ നാം അടയ്ക്കുന്ന തുകയുടെ വലിയൊരു ശതമാനവും പോകുന്നത് പലിശയിലേക്കാണ്. മുതലിലേക്ക് വളരെ ചെറിയൊരു ശതമാനം മാത്രമേ പോകുന്നുള്ളൂ. മുതലിലേക്ക് പണം എത്തണമെങ്കിൽ വർഷങ്ങളെടുക്കും. കുറച്ചുകൂടി വിശദമാക്കിയാൽ നമ്മൾ 8000 രൂപ അടയ്ക്കുന്നതിൽ 7000 രൂപയും പോകുന്നത് പലിശയിലേക്കാണ്. ഈ സാഹചര്യത്തിൽ ഒന്നാമത്തെ വഴി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നാം ചെയ്യാൻ പോകുന്നത് 8000 രൂപ EMI ഉള്ള സ്ഥാനത്ത് നമ്മൾ 10000 രൂപ വെച്ച് അടയ്ക്കുക എന്നതാണ്. ഇതുമൂലം പലിശ ഇനത്തിൽ ഏതാണ്ട് 4 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഏകദേശം 6-7 വർഷം മുൻപ് തന്നെ നമ്മുടെ ഹോം ലോൺ ക്ലോസ് ചെയ്യാനും സാധിക്കും. രണ്ടാമത്തെ വഴിയും EMIയുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് നമ്മൾ EMI അടയ്ക്കുന്നത് വർഷത്തിൽ 12 തവണയാണ്. അത് ഒരു തവണ കൂടി എക്സ്ട്രാ അടയ്ക്കാൻ സാധിക്കുമോ എന്ന് നോക്കുക. അതായത് വർഷത്തിൽ 13 EMI വെച്ച് അടയ്ക്കുക. ഇവിടെയും നമുക്ക് ഏകദേശം 2 ലക്ഷം രൂപയിൽ കൂടുതൽ സേവ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നമ്മുടെ ലോൺ ഏകദേശം 3-4 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനും സാധിക്കും. മൂന്നാമത്തെ വഴി നിങ്ങൾക്ക് ഏതെങ്കിലും ചിട്ടി ഉണ്ടെങ്കിൽ അത് പിടിച്ച് ഹോം ലോണിലേക്ക് അടയ്ക്കുക എന്നതാണ്. ചിട്ടി നേരത്തെ പിടിക്കുമ്പോൾ അല്പം തുക കുറയുമെങ്കിലും ആ തുക ലോണിലേക്ക് അടയ്ക്കുന്നത് നിങ്ങൾക്ക് ലാഭം തന്നെയാണ്. കാരണം പിടിച്ച ചിട്ടിയുടെ തവണകൾക്ക് നിങ്ങൾക്ക് പലിശ വരുന്നില്ല എന്നത് തന്നെ. 10 ലക്ഷം രൂപ ലോൺ ഉള്ളപ്പോൾ എത്രമാത്രം ചിട്ടിയിലൂടെ അടയ്ക്കാൻ സാധിക്കുമോ അത്രയും അടയ്ക്കുക. നാലാമത്തെ വഴിയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു ഹോം ലോൺ എടുത്തിട്ടുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഒരു ടിപ്പിനെ കുറിച്ച്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ബാങ്കിൽ നിന്നും ഹോം ലോൺ എടുക്കുന്ന സമയം ബാങ്ക് എത്ര രൂപയാണോ ലോൺ തന്നത് ആ തുകയ്ക്ക് മാത്രമായി നിങ്ങളുടെ വീടിനായി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ആ വീടിന് ഹൈപ്പോത്തിക്കേഷൻ വെച്ചിരിക്കുന്നത് ആ ബാങ്കിന്റെ പേരിലായിരിക്കും. അതായത് നിങ്ങളുടെ വീടിന് 25 ലക്ഷം രൂപ ചിലവായിട്ടുണ്ടാവും. ലോൺ എടുത്തത് 10 ലക്ഷം രൂപയും. നിങ്ങളുടെ വീടിന് എന്തെങ്കിലും സംഭവിച്ചാൽ ലഭിക്കുന്ന 10 ലക്ഷം രൂപ ബാങ്കിന് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അടച്ച തുകയും നഷ്ടമാകും. പുതിയ വീടിന്റെ ജോലി വീണ്ടും 1 എന്ന് തുടങ്ങുകയും വേണം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ വീടിനായി ഒരു ഇൻഷുറൻസ് എടുത്തിരിക്കണം. പുതുതായി നിങ്ങളൊരു വീട് പണിയേണ്ടി വന്നാൽ എത്ര തുക ചിലവാകുമോ ആ തുകയ്ക്ക് നിങ്ങളുടെ വീടിന് നിങ്ങളൊരു ഇൻഷുറൻസ് എടുത്തിരിക്കണം. വീട് മാത്രമല്ല, വീട്ടു സാധനങ്ങൾ, മതിൽ, ഗേറ്റ് എന്നിവയെല്ലാം ഇൻഷുർ ചെയ്യാവുന്നതാണ്. ഇതിന് വളരെ ചെറിയൊരു പ്രീമിയം മാത്രമാണ് വരുന്നുള്ളൂ. ഇത്തരം ഇൻഷുറൻസിനെ കുറിച്ച് വിശദമായൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐകാർഡിലും ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നാലാമത്തെ വഴി SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുമായി ബന്ധപ്പെട്ടതാണ്. അല്പം റിസ്ക് ഉണ്ടെങ്കിലും വളരെ വേഗം ഹോം ലോൺ ക്ലോസ് ചെയ്യാൻ കഴിയുന്ന വഴിയാണ് ഇത്.
ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു പ്യുവർ ഇക്വിറ്റി ഫണ്ടിലാണെന്ന് കരുതുക. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫണ്ട് ഇമ്പോർട്ടൻ്റ് ഘടകമാണെന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കുക. നോർമൽ രീതിയിൽ ഒരു 15% റിട്ടേൺ SIPയിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2500 രൂപ വച്ചുള്ള ഒരു SIPയിൽ ജോയിൻ ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 10 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ SIP വാല്യൂവും ഹോം ലോൺ എമൗണ്ടും ഏകദേശം ഈക്വൽ ആയിരിക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് SIPയിലെ തുകയെടുത്ത് ഹോം ലോൺ ക്ലോസ് ചെയ്യുകയാണ്. ഈ 4 വഴികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ സൈൻ ഓഫ് ബിജോ. താങ്ക്